ഹായ് ഹലോ നമസ്കാരം. മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വികാരമാണ് പടക്കങ്ങൾ. ആഘോഷങ്ങൾക്ക് പൂരപ്പറമ്പിൽ പടക്കങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പൂരങ്ങൾ. എസ്പെഷ്യലി തൃശ്ശൂർ പൂരം എന്നുള്ള ഒരു തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓടി വരുന്ന അവിടുത്തെ പടക്കങ്ങളാണ്, പൂരമാണ്. അപ്പം ആനകളും ആരവവും ഈ പടക്കങ്ങളും ഇല്ലാത്ത ഒരു ആഘോഷം നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പൂർണ്ണതയിലെത്തത്തില്ല. അപ്പം നമുക്കൊരു 2006 കാലഘട്ടങ്ങളില് ഇതുപോലെ ഒരു പടക്കം നിർമ്മാണശാല പൊട്ടിത്തെറിച്ചു വളരെയധികം അപകടങ്ങൾ ഉണ്ടായ ഒരു അനുഭവമുള്ള ഒരു ആൾക്കാരാണ്. അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ വളരെ ദയനീയമായിട്ടുള്ള വീണ്ടും ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധ്യമായത്. അതായത് തൃശ്ശൂര് മുണ്ടത്തിക്കോട് എന്ന സ്ഥലത്ത് പടക്കപ്പൂരയ്ക്ക് തീ പിടിച്ച് കുറേയധികം ആൾക്കാര് 13ഓളം പേരുടെ ചേതനയറ്റ ശരീരം നമുക്ക് മുന്നിൽ കണ്ട കാഴ്ചയാണ്. അപ്പൊ നമുക്കിതെല്ലാം കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടതായ ഒരു ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ നിർത്തേണ്ടതായ ശീലം എന്ന് വെച്ചാൽ, ഈ ഉത്സവ പറമ്പുകളിൽ അല്ലെങ്കിൽ ഉത്സവ എഴുന്നള്ളിപ്പുകളിൽ ഈ ആനയും ഈ പടക്കങ്ങളും ആവശ്യമാണോ? ഇങ്ങനെ ഒരു പൂരത്തിന് ആവശ്യമുണ്ടോ? ആവശ്യമാണ്, അത്യാവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. എത്ര പേരുടെ ജീവനാണ് ഇതിനോടകം പൊലിഞ്ഞതില്ലേ. കാണാൻ രസമൊക്കെയാണ്. ആകാശത്ത് വർണ്ണ പകിട്ട് ഏറെ നല്ല ശബ്ദത്തോടെ കൂടെ നല്ല ആകൃതിയോട് കൂടെ പൂത്തിരികൾ വിരിയുന്ന കാണാൻ നല്ല രസം തന്നെയാണ്. പിന്നെ അത് രാസവസ്തുക്കളാണ് അന്തരീക്ഷത്തിൽ കലരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ തീർച്ചയായും ഓർക്കേണ്ട ഒരു കാര്യമാണ്. കരിമരുന്ന് പ്രയോഗമാണ്. അപ്പൊ എക്കായാലും ഇന്നത്തെ സബ്ജക്റ്റ് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തൃശ്ശൂര് മുണ്ടക്കത്ത് നടന്ന ഒരു അപകടത്തെക്കുറിച്ചാണ്, മുണ്ടത്തിക്കോട് നടന്ന അപകടത്തെക്കുറിച്ചാണ്. അപ്പൊ ഫ്രണ്ട്സ്, എന്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ലൈക്കും കൂടെ ചെയ്ത് കാണുക. അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ കമന്റുകൾ എനിക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായം, ഞാൻ മാത്രം അഭിപ്രായം പറഞ്ഞാൽ പോരല്ലോ, നിങ്ങളുടെയും കൂടെ അഭിപ്രായം അറിയണമല്ലോ. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു വിഷയത്തെ തുടർന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അഥവാ ഞാൻ എന്തെങ്കിലും പറയുന്നതിനകത്ത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അതും ധൈര്യമായി തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നോക്കാനുള്ളത് 24-ാം തീയതി തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് നടന്ന ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്താനിരിക്കുക. അതായത് വെള്ളിയാഴ്ച നടത്താനിരിക്കെയാണ് അതായത് 20-ാം തീയതി ഇന്നലെ ഇങ്ങനെ ഒരു അപകടം നമുക്കുണ്ടായത്. അപ്പൊ നമുക്ക് ഇതിനോടൊപ്പം പറയാനുള്ളത്, ഇതിനൊക്കെ മുന്നേ ഒരു 2026 ഇതുപോലെ ഒരു അപകടം ഉണ്ടായി. അതായത് മനോരമ ന്യൂസ് അടക്കമുള്ള ആൾക്കാര് ഇതുപോലെ തന്നെ സാമ്പിൾ വെടിക്കെട്ടിന് തലേ ദിവസം പോയി, കുറച്ചധികം മീഡിയാസ് അധികം പോയി ബൈറ്റ്സ് എടുത്ത് തിരിച്ചു വന്നില്ല, ഏകദേശം 15 മിനിറ്റുകൾക്ക് ശേഷം അവിടെ ഇതുപോലെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി എന്ന് ഈ ന്യൂസുകാർ തന്നെ പുറത്ത് വിടുന്നുണ്ടായിരുന്നു. അപ്പം ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം, ഇന്നലെയും ഇത് സെയിം അവസ്ഥ തന്നെയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ടർ TV, അതുപോലെ തന്നെ കുറേ അധികം മീഡിയാസും കാര്യങ്ങളും ഇതേ സെയിം മുണ്ടക്കത്ത് ഈ ഒരു പടക്ക പുരയിലോട്ട് പോകുകയും, മുണ്ടത്തിക്കോട് കേട്ടോ, പുരയിലോട്ട് പോകുകയും അവിടെ കുറെ അധികം ബൈറ്റ്സ് നിരന്തരം, 1-2 മീഡിയാസ് അല്ല, കുറെ അധികം മീഡിയാസ് ഇന്നലെ വന്ന് ബൈറ്റ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് പോയതിന്റെ പിറയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അപ്പം സുരക്ഷാ വീഴ്ച വരുത്തിയോ എന്നൊരു ചോദ്യം കൂടെ അവിടെ ചോദിക്കേണ്ട ഒരു അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഈ 2006-ലും ഇതേ സംഭവം നടന്നു, 2026, അപ്പൊ 2006, 2026, അപ്പൊ 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ഒരു അപകടമാണ് ഉണ്ടായത്. 13 വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ വളരെ ഒരു സമ്പന്നരായ സതീശൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇതിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛനും നല്ല ഇതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗമൊക്കെ നന്നായിട്ട് അറിയുന്ന അത് പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന്റെ മകനാണ് സതീശൻ. അപ്പൊ ഇദ്ദേഹം ഇപ്പം അപകടത്തിൽ പെട്ടിരിക്കുകയാണ്, ആശുപത്രിയിലാണ്. അതിൽ നിന്ന് കുറച്ചധികം ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ബൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇതിൽ രക്ഷപ്പെട്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇനി ഞങ്ങൾ ഈ പണിക്കില്ല, ഇത്രയൊക്കെ ആയില്ലേ, 40 വർഷത്തോളം പണിയെടുത്തില്ലേ, ഇനി ഞങ്ങൾ ഈ പണിക്കില്ല എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ കേൾക്കാലും നമുക്ക് കുറച്ച് ന്യൂസുകൾ കണ്ടിട്ട് വരും. ബാക്കിലോട്ട് പോവുകയാണ്. തൃശ്ശൂർ പൂരത്തിനായുള്ള വെടിക്കെട്ട് പുരയ്ക്ക് തീ പിടിച്ചിട്ടുള്ള അപകടം ഇത് ആദ്യമല്ല തൃശ്ശൂരിൽ സംഭവിക്കുന്നത്. 2006 പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് പുരയ്ക്ക് തീ പിടിച്ച് മരിച്ചതെന്ന് 7 പേരാണ്. മനോരമ ന്യൂസിന്റെ സംഘം ദൃശ്യങ്ങളൊക്കെ പകർത്തി തിരിച്ചെത്തി 15 മിനിറ്റിന് ശേഷമായിരുന്നു അന്ന് നാട് നടുക്കിയ അപകടമുണ്ടായത്. 2006 തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിന് തലേനാൾ. ആവേശത്തിരയിളക്കത്തിന് മണിക്കൂറുകൾ ശേഷിക്കുകയാണ് കാതടപ്പിക്കുന്ന പൊട്ടിത്തെറി. നഗരത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ പാടൂക്കാട് പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് പുര ഒരു നിമിഷം കൊണ്ട് അഗ്നിക്കിരയായി. 4 കിലോമീറ്റർ അകലെയുള്ള വീടുകളുടെ ജലച്ചിലുകൾ ഉൾപ്പെടെ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തകർന്നു. ശരീരാവശിഷ്ടങ്ങൾ തൊട്ടടുത്ത പറമ്പുകളിലേക്ക് ചിതറിത്തെറിച്ചു.
എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളായിരുന്നില്ല. നമുക്കറിയാം ഈ വെടിക്കെട്ടിൻ്റെ കരാറുകാരൻ മുണ്ടത്തിക്കോട് സതീഷ്, അദ്ദേഹം ഏറെക്കാലമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. ഈ വെടിക്കെട്ടിൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ കരാറെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും നേരത്തെ അയ്യപ്പദാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ്, അതായത് ഈ മുണ്ടത്തിക്കോട് സതീഷിൻ്റെ പിതാവ് മുണ്ടത്തിക്കോട് മണിയും അദ്ദേഹം ഈ വെടിക്കെട്ട് വിദഗ്ധൻ തന്നെയായിരുന്നു. എന്തായാലും പക്ഷേ നമുക്കറിയാവുന്ന പോലെ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഏറെ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഈ വെടിക്കെട്ട് പുരയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. നമ്മൾ പലപ്പോഴായിട്ട് ഞാൻ നേരത്തെ തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഈ വെടിക്കെട്ട് പുരയിലെ പല സമയത്തായി നമ്മൾ അതിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. ഏറെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഈ പണികളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ വലിയ ഗുണ്ടുകളൊക്കെ അല്ലെങ്കിൽ അമിട്ടുകളിലൊക്കെ. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടല്ല ഈ മീഡിയാസ് ചെന്നതിന്റെ പുറകിനെ ഇപ്പം അതിനുശേഷം 20 വർഷത്തിന് ശേഷം സെയിം അവസ്ഥയിലൂടെ മീഡിയാസ് ചെന്ന് കവർ ചെയ്തു. അതിന് പുറമെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ ചൂടുള്ള കാലഘട്ടമാണ്, മേടമാസമാണ്, നല്ല ചൂടാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്കറിയാം മീഡിയാസ് തുടരെ 1-2 മീഡിയാസ് അല്ല, ഇതുപോലെ ഒരു കൂട്ടം മീഡിയാസ് ഒരു ദിവസം തന്നെ ഇതുപോലെ ബൈറ്റ്സ് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ വെക്കുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, ആ എക്യുപ്മെന്റ്സിൽ ലെൻസ് കുറെ അധികം നേരം ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം പടക്കപ്പുരയിൽ ഇവര് ചെരുപ്പ് പോലും ഉപയോഗിക്കത്തില്ല. കാരണം എന്താണ്, അത് സ്പാർക്ക് ഉണ്ടായി അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് കരുതി ചെരുപ്പുകൾ പോലും അതിനുള്ളിലോട്ട് ഉപയോഗിക്കത്തില്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ ലെൻസും ക്യാമും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാറ്ററി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇവ ഉപയോഗിച്ചിട്ട് 1-2 മീഡിയാസ് അല്ല, ഒട്ടനവധി മീഡിയാസ് ഒരു ദിവസം തന്നെ വന്നു പോകുമ്പോൾ ഒരു പക്ഷേ എന്ന് മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 13-14 മരണമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഉയരാനാണ് ചാൻസ്. കാരണം അവിടെ അന്നത്തെ ദിവസം 10-40-ലധികം പൊതിച്ചോറുകൾ കൊണ്ടുവന്നിരുന്നു. അതിൽ 1-2 മാത്രമേ മിച്ചം വന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു അപകടത്തിൽ രക്ഷപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവുമാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണത്തിൽ ഉയരാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറഞ്ഞു വന്നു വെച്ചാൽ ഇതുപോലെ ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ, അതായത് കുറെ അധികം നേരം ഒരേ സ്ഥലത്ത് ലെൻസ് ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചൂട് വന്നിട്ട്, ഇപ്പോഴത്തെ അന്തരീക്ഷം അങ്ങനെയാണ്, അവിടെ എന്താണ് അവിടെ ഒരു ഇതുണ്ടാകാൻ ചെറിയ സ്പാർക്ക് ഉണ്ടാകാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു മീഡിയാസ്, ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്ന റിംഗ് ലൈറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ മീഡിയാസിന്റെ വളരെ ശക്തമായ ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങൾ നല്ല ചൂടാണ്. നമുക്കറിയാം നമ്മളൊരു കല്യാണ വേദികളിൽ പോലും ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ലൈറ്റനിങ് സെറ്റപ്പ്, അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ചൂടാണ്. നിങ്ങളൊരു പാസ്പോർട്ട് ഫോട്ടോ എടുത്തവരാണെങ്കിൽ തന്നെ നമുക്ക് ആ ചൂട് മനസ്സിലാക്കും. അപ്പൊ ഇതുപോലെ ഒരു ചൂടുള്ള സമയത്ത് ഇങ്ങനെ ഒരു മീഡിയാസിന്റെ കവറിങ് വളരെ മോശമായി പോയി. അത് ചിലപ്പോൾ ഒരു പക്ഷേ കാരണമാകാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 കിലോയ്ക്ക് മേലെ അവിടെ എന്താണ് രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് നിയമലംഘനമായിട്ട് ഒരു രാസവസ്തുക്കൾ പോലും അവിടെ സൂക്ഷിച്ചിട്ടില്ല എന്ന് രക്ഷപ്പെടുത്ത ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ എന്താണ് സ്റ്റാറ്റിക്സ്, വൈദ്യുതിയിൽ നിന്ന് എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല, അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. എന്താണ് അപകടത്തിന്റെ യഥാർത്ഥ കാരണം അന്വേഷണത്തിൽ വരേണ്ടതാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സമീപത്ത് എവിടെയെങ്കിലും എന്താണ് ഈ ഒരു വെടിമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വെടിക്കെട്ട് സാമഗ്രികൾ, ഗൺ പൗഡർ, പേപ്പർ, പ്ലാസ്റ്റിക് ഇവയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലെൻസ് ഒരേ സമയം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചൂടും ഈ അന്തരീക്ഷത്തിൽ ഈ ചൂടും, നമുക്കറിയാം കേരളത്തിൽ ഇപ്പം ഗണ്യമായ ചൂട് വർദ്ധിച്ചിരിക്കുകയാണ്, നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പം അങ്ങനെ ഒരു പക്ഷേ റിഫ്ലക്ഷൻ ഉണ്ടാകാം. പിന്നെ എന്താണ് വലിയ ടെലിഫോട്ടോ ലെൻസ് സ്ഥലത്ത് നേരിട്ട് സൂര്യപ്രകാശം കേന്ദ്രീകരിച്ചാൽ ചിലപ്പോൾ അതിന്റെ ഈ ബ്ലാസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകും. വളരെ ഇപ്പൊ നല്ല ചൂടുള്ള അവസ്ഥയിലാണ് ഇതുപോലെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകാൻ. പിന്നെ വയർ ഷോർട്ട് സർക്യൂട്ട് ചിലപ്പോൾ അതിനൊരു കാരണമായേക്കാം. പിന്നെ ഓവർ ഹീറ്റിംഗ് ഇതിനൊരു കാരണമായേക്കാം. അങ്ങനെ കുറെ അധികം കാരണങ്ങൾ നമുക്കുണ്ട്. എല്ലാ ഊഹാപോഹങ്ങളാണ്, ഇതിനൊന്നും തെളിവുകളൊന്നുമില്ല. നമ്മൾ നമ്മുടെ ഒരു POV പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം, അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അന്വേഷിച്ച് വിലയിരുത്തി കൊണ്ടുവരേണ്ട ഒരു കാരണമാണ്. അപ്പം എന്തൊക്കെ തന്നെ ആയാലും ഇതൊക്കെ ഇപ്പൊ ഉത്സവത്തിന് ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളിയാഴ്ച 24-ാം തീയതി എന്താണ് സാമ്പിൾ വെടിക്കെട്ടും, അതുപോലെ തന്നെ തിങ്കളാഴ്ച എന്താണ് പകൽപൂര ആയിട്ടുള്ള വെടിക്കെട്ടും കാര്യങ്ങളും എല്ലാം നടക്കേണ്ട ഒരു സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള ഒരു
സംഭവം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് ഇനി എന്തെന്നുള്ള കാര്യത്തിൽ നമ്മൾ ചിന്തിച്ച് തന്നെ എന്താണ് കാര്യങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കരിമരുന്നുകളുടെ പ്രയോഗം അത് അത്ര അത്യാവശ്യമാണോ എന്ന് അതിനൊരു നിയന്ത്രണം കൊണ്ടുവരണം. ഇതിപ്പം വല്ലപ്പോഴും നടക്കുന്ന ഒരു സംഭവമല്ലേ, 3-4 ദിവസം ചർച്ച ചെയ്തിട്ട് വീണ്ടും പഴയതുപോലെ തന്നെയാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ ഒക്കെയായാലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്, അവരുടെ പ്രതികരണം കൂടെ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ആക്കാം. കഴിഞ്ഞ 40-45 വർഷമായി വെടിക്കെട്ട് നിർമ്മാണത്തിൽ ഈ ജോലി ചെയ്തിരുന്ന ആളാണ് വേലൂർ സ്വദേശിയായ വിൽസൺ. ഇന്നലെ അഞ്ജുരാജ് ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് അവിടെ എത്തിയപ്പോൾ വലിയ സന്തോഷത്തോടെ പാട്ടൊക്കെ പാടി സംസാരിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. തലനാരിഴയ്ക്ക് ഇന്നലെ രക്ഷപ്പെട്ടു. പക്ഷേ ഇന്നലെ വൈകിട്ടാകുമ്പോൾ അദ്ദേഹത്തിന് ചില ശാരീരിക അസ്വസ്ഥങ്ങളുണ്ടായി. ചെവി കേൾക്കാത്തൊരു സ്ഥിതിയുണ്ട്, ശരീരത്തിൽ അങ്ങിങ്ങായി പൊള്ളലേറ്റ പാടുണ്ട്. എന്തായിരുന്നു ഇന്നലെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? എങ്ങനെയായിരുന്നു രക്ഷപ്പെട്ടത് വെച്ചാൽ ഏറെക്കുറെ ഒരു 3 മണിയാണ് സമയം എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാനും സതീശനും ഷെഡിൻ്റെ തുടക്കത്തിൽ തന്നെ അവിടെ ഇരുന്നിട്ട് ഇന്ന് സാമ്പിളിനുള്ള കുറ്റിമുണ്ടുകളൊക്കെ ചാക്കിലാക്കുക. അപ്പോൾ അതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കരിന്തിരി വെയിറ്റിട്ടുണ്ട് അവിടെ. അപ്പോൾ കരിന്തിരിക്ക് ലേശം ഉണക്കം കുറവുണ്ട്. സതീശ ഞാൻ ആ തിരി ഒന്ന് മറിച്ചിട്ടിട്ട് വരാം, ആ വിൻസെൻ്റ് മക്കൾ പോയിട്ട് വരുമ്പോൾ ഇത് ഞങ്ങൾ ചാക്കിലാക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഒരു 100 മീറ്റർ കഷ്ടി ഇവിടുന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ ആ തിരി എടുത്തിടുക, ഒന്ന് മറിച്ചിടുക. അപ്പോൾ തിരി മറിച്ചിടുമ്പോൾ തിരിയുടെ അപ്പുറത്തും കുറച്ച് മരുന്നുകൾ അവിടെ ഉണ്ട്, അത് വെയിറ്റ് കിടക്കണം. ഞാൻ തിരി മറിച്ചിടുമ്പോൾ പെട്ടെന്നൊരു തീനാളം പോലെ എന്നൊരു സൗണ്ടായി ഞാൻ കേട്ടവൻ എനിക്ക് മനസ്സിലായി, ചതിച്ചു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എനിക്ക് തീനാളം കണ്ട ഈ അടുത്ത സൈഡിലേക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബുദ്ധിക്ക് വിളിച്ചു. ഞാൻ നിൽക്കുന്നത് തിരിയിട്ട സ്ഥലത്തല്ലേ. ഉടൻ തന്നെ എൻ്റെ ശക്തിക്കനുസരിച്ച് തെറിച്ച് മറിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ടില്ല, തെറിച്ച് മറിഞ്ഞ് രണ്ടാമത്തെ മറിഞ്ഞിട്ട് ഞാൻ എനിക്കുമ്പോഴേക്കും പൊട്ടി ബാക്ക് ഷെഡ്. പിന്നെ നോക്കിയില്ല. പിന്നെ എനിക്കൊരു എളുപ്പം കിട്ടിയത് ഒരു 10-30 മീറ്റർ ഓടി കഴിഞ്ഞാൽ കണ്ടാണ്. അപ്പോൾ ഷെഡ് വിട്ടു. വേലിക്കമ്പിക്ക് അവിടെ ഉണ്ടാകും നോക്കില്ല. ഞാൻ പിന്നെ ഇങ്ങോട്ട് നോക്കണില്ല, വീണ്ടും കണ്ടത്തിലേക്ക് ചാടി. കണ്ടത്തുനിന്ന് ഓടി. കണ്ടത്തുനിന്ന് ഓടുമ്പോൾ ആ ഭാഗത്താണ് സ്റ്റോക്ക് ഷെഡ്. അപ്പോൾ 2-4 സെക്കൻഡ് പൊട്ടി. അങ്ങനെ കുറച്ച് ഓടിയപ്പോൾ 2 കണ്ടം ഓടുമ്പോഴേക്കും സമയമില്ല. അപ്പോൾ ഞാൻ വലിയൊരു വരമ്പിൻ്റെ അപ്പം കിട്ടുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഇവിടുത്തെ പൊട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടുന്ന് എനിക്ക് ഓടി. വെച്ചിരിക്കുമ്പോൾ പാടത്ത് ഒരു അനിതാന്ന് പറഞ്ഞ പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കിടയെന്ന് പറഞ്ഞാൽ അവളെ പിടിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി. അവരെ രക്ഷപ്പെടുത്തി. ഓടി. ഞാൻ പേടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി. തിരിച്ചു വരും അറ്റത്തെ ഷെഡിൽ എൻ്റെ പണിക്കാരുണ്ട്, അവിടേക്കെത്തി. അപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കണ്ട മണിക്ക് പുറമെ ഉടനെ ഷെഡിൻ്റെ ഉള്ളിൽ ഉടൻ താപ്പില്ല. അപ്പോൾ ഈ 3 പെണ്ണുകൾ അവിടെ കിടന്നിട്ട് പറയാം അങ്ങനെ. അപ്പം തൃശ്ശൂർ മുണ്ടത്തിക്കോട് ഈ സംഭവത്തിൽ എന്താണ് മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ നേരാ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ വളരെ വേദനയോടെയാണ് ഞാൻ ഇനി ന്യൂസ് ചെയ്യുന്നതും പറയുന്നതും എല്ലാം. ഇനിയെങ്കിലും നമ്മൾ സൂക്ഷിക്കുക. മീഡിയാസിന് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സുരക്ഷകളുള്ള ഒരു ഇതില് അങ്ങനെ പോകാതിരിക്കുക. നമുക്ക് മനുഷ്യരുടെ ഓരോരുത്തരും ജീവനല്ലേ, അത്രയും പ്രാധാന്യം കൊടുക്കുക എന്നൊക്കെ മാത്രമാണ് നമുക്ക് ഇതിനകത്തൂടെ പറയാനുള്ളത്. അപ്പം എല്ലാം ആദ്യമേ ഞങ്ങൾ കവർ ചെയ്യണം, കവർ ചെയ്തു അങ്ങനെ ഒരു അടിപിടി കൂടാതിരിക്കും. ഞങ്ങളുടെ മീഡിയയിലായിരിക്കും, ഞങ്ങളുടെ ചാനലായിരിക്കണം ആദ്യമേ ഇതിന്റെ ദൃശ്യങ്ങൾ വരിക. പക്ഷെ ഇതിൽ ഞാൻ ഇവരുടെ തന്നെയാണെന്ന് പറയുന്നില്ല. ഒരുപക്ഷെ ലെൻസിന്റെ ഈ സൂര്യപ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ മൂലവും സംഭവിച്ചിരിക്കാം എന്നൊരു സാധ്യത മാത്രമേ നമ്മൾ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നുള്ളൂ. അപ്പൊ എന്തൊക്കെയായാലും കുറേയധികം ജീവനുകളാണ് പോയത്. 13 മരണമാണ് ഇതിനോടകം സ്ഥിരീകരിച്ചത്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ 13 അല്ല മരണസംഖ്യ, അതിലും ഒരു 10-20 മുകളിലോട്ട് പോകാനാണ് വളരെയധികം ചാൻസ് കൂടുതൽ. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്താട്ടോ പറയുന്നത്. അപ്പം ഏക്കായാലും ഇങ്ങനെയൊക്കെയാണ് പാട്ടും ആരവവും ഒരുപാട് തമാശകളും പറഞ്ഞു ജോലി സ്ഥലം, അന്നം തേടുന്ന ഒരു സ്ഥലം. അപ്പം അവര് ഇതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ നെഞ്ചിടിപ്പോടെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഏക്കായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.